ഹായ്, എവർക്കും മഞ്ഞപ്പാറ ഓൺലൈനിലേക്ക് സ്വാഗതം. ഇന്ന് കിഴുതോണി വാർഡിന്റെ വിശേഷങ്ങളുമായി UDF സ്ഥാനാർത്ഥി ഹസീന ബുഹാദ് നമ്മളോടൊപ്പം ചേരുന്നു. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഇവിടെ ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. ഇക്കുറി ഈ വാർഡ് തങ്ങളോടൊപ്പം നിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ UDF പ്രവർത്തകർ. ഇലക്ഷൻ പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? വളരെ ഭംഗിയായി തന്നെ പോകുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഴുതോണി വാർഡിനെ സംബന്ധിച്ചോളം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വർഷങ്ങളോളം ഭരിച്ചു വരുന്നൊരു സമ്പ്രദായത്തിൽ പോകുന്നതാണ്. അപ്പം നമുക്ക് അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ അവിടുത്തെ വികസനങ്ങൾ എങ്ങനെ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വികസനവും നമുക്ക് അവിടെ എടുത്തു പറയത്തക്ക ഒരു രീതിയിലും ഇല്ല. 50 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്കൂളാണ്. ആ ഗവൺമെന്റ് സ്കൂൾ ഉണ്ടായിട്ട് പോലും അവിടെ ഉള്ള ഒരാൾക്ക് പോലും സാധാരണ ഒരു വാർഡിനെ സംബന്ധിച്ചുള്ള അത്യാവശ്യം നമുക്കൊരു യാത്രാ സൗകര്യത്തിലൊരു റോഡ് അല്ലെങ്കിൽ കുറച്ച് വെള്ളം ആവശ്യപ്പെടും, അല്ലെങ്കിൽ വൈദ്യുതി വെട്ടം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അതിന് പോലും ഇതുവരെ വികസനം വരാത്ത, ഒരിക്കൽ പോലും മെച്ചപ്പെടാത്ത ഒരു വാർഡായി നമ്മുടെ ഇട്ടിവ പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള ഒരു മെച്ചവും ഒരു രീതിയിൽ വികസനം എത്താത്ത ഒരൊറ്റ വാർഡുണ്ടെങ്കിൽ അത് നമുക്ക് കിഴുതോണി വാർഡേ ഉള്ളൂ. 1676 വോട്ടർമാരുള്ള വാർഡാണ്. ഏത് വീട്ടിൽ ചെന്നാലും എല്ലാവർക്കും പരാതി വഴിയുടേതാണ് ഏറ്റവും വലിയ വിഷയം. മുമ്പ് ഞാനൊരു ജനപ്രതിനിധിയായിരുന്ന ആളാണ്. എന്നെ സംബന്ധിച്ചോളം ഈ വാർഡ് തന്നെ ഞാൻ ചെന്ന് കാണുമ്പോൾ എനിക്ക് അത്ഭുതമായിട്ടോടാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഇതുപോലൊരു വാർഡ് ഇത്രയും വർഷം വന്നിട്ട് ഇതുപോലൊരു വാർഡ് ഞാൻ ശരിക്കും കണ്ടില്ല. കാരണം എന്തെങ്കിലും വികസനങ്ങൾ ഇത്രയും രാഷ്ട്രീയ പാർട്ടികൾ വന്നിട്ട് പോലും ഇതുവരെ ഒരു വികസനവും വന്നിട്ടില്ലാത്തൊരു വാർഡാണ്. അപ്പൊ ഞാൻ കയറിയാൽ എനിക്ക് ചെയ്യാൻ പറ്റി ഇവിടെ വികസനം കൊണ്ടുവരാമെന്ന് 100% ഉറപ്പുള്ള ഒരാളായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആ രീതിയിലാണ് ഞാൻ എല്ലാ ഇലക്ഷൻ പ്രചരണം നടത്തുന്നതും ആ ഉറപ്പ് മേൽ ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ടുമുണ്ട്. അപ്പൊ ഈ നിലമേൽ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഇപ്രാവശ്യം ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലാണ് മത്സരിക്കുന്നത്. അപ്പൊ ഈ ഒരു മാറ്റം എങ്ങനെയാണ്? നിലമേൽ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയത് നിലമേലാണ്. അപ്പൊ എനിക്ക് അവിടെ ഒരു എൻ്റെ വാർഡിൽ തന്നെ അവസരം വന്ന് ഞാൻ അവിടെ മത്സരിച്ച്. അപ്പം ഞാൻ അവിടെ ഒരു 2-3 വർഷമൊക്കെ കടന്നിപ്പോൾ എൻ്റെ വീട്ടിലൊരു സാഹചര്യ അവസ്ഥയിൽ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കേണ്ട അവസ്ഥ വന്നു. അതുകൊണ്ടാണ് ഞാൻ സ്ഥിരമായി ഇനി വീട് വന്ന് താമസമായി പേരൊക്കെ വിട്ട് ഇനി വീട്ടിൽ ചേർത്ത്. അപ്പോഴത്തേക്കാണ് ഇത് എനിക്കൊരു അവസരം വന്നത്. പക്ഷെ അവസരം വന്ന് ഞാൻ ആ അവസരം വിനിയോഗിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചപ്പോഴാണ് നമ്മളെ വാർഡ് ഞാൻ പോയി കാണുന്നത്. അപ്പം എനിക്ക് ശക്തമായ ഒരു തീരുമാനം ഞാൻ എടുത്തു. ഞാൻ ജയിച്ച് വന്നാൽ ഈ വാർഡിൽ വികസനം കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം കിഴുതോണി വാർഡിൽ നിന്ന് വിജയിച്ചാൽ എന്തൊക്കെ വികസനങ്ങളായിരിക്കും ഈ വാർഡിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ നമുക്ക് ആദ്യം വേണ്ടത് റോഡാണ്. കാരണം ഒരു മേഖലയിൽ ഈ സംഭവം ഇല്ല. ഞാൻ വന്നത് പുളിമൂട് മുതൽ പുളിമൂട്, കുണ്ടയം, കിഴുതോണി ആ റോഡാണ്. നമ്മളിപ്പം പണി ചിലവർ ചെന്ന് പറയും പണി തുടങ്ങി വെച്ച് പകുതിക്ക് നിന്ന് പോയി അത് ചെയ്ത് ചിലവർ അതിന് സ്റ്റേ ഓർഡർ മേടിച്ച്. അപ്പൊ അതില് നമ്മളെ സംബന്ധിച്ചോളം ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങാനൊരു വ്യക്തമായ ഒരാൾ വേണം. നമ്മൾ ഇന്ന റോഡിന് പ്രവർത്തിക്കുക. ഇപ്പൊ ഞാൻ ചെന്ന് പേപ്പർ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ ചെയ്ത് അത് സംസാരിച്ച് ഒരാളും നിർബന്ധമായും ഒരാൾ വേണം. ഒരു ജനപ്രതിനിധിയായി കഴിഞ്ഞാൽ അവർക്ക് ഒട്ടേറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ എന്തായാലും നിർബന്ധിതമായി ചെയ്ത് കഴിഞ്ഞാൽ ആ റോഡ് നമുക്ക് ശരിയാവും. നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം കുടിവെള്ളം എത്തിക്കണം. ആ കുടിവെള്ളത്തിൻ്റെത്, വൈദ്യുതി, നമുക്ക് ഇപ്പോഴത്തെ തന്നെ അറിയാലോ പന്നി ശല്യവും പട്ടി ശല്യവും ആയിട്ട് നമുക്ക് റോഡ് നിരത്തില്ല. കുഞ്ഞുങ്ങൾക്ക് മദ്രസയിൽ പോകാനായാലും രാത്രി കാലങ്ങളിൽ 6 മണി കഴിഞ്ഞാൽ പിന്നെ റോഡിൽ ഇറങ്ങാൻ പോലും പറ്റാത്ത ബുദ്ധിമുട്ടിൽ പോകണം. അപ്പൊ അവിടെ വെട്ടത്തിന്റെ സൗകര്യം അവിടെ ആവശ്യമുള്ള നമ്മുടെ ജനങ്ങൾക്ക് അത്യാവശ്യമായ സഹായങ്ങൾ നമുക്ക് എത്തിക്കുക എന്നാണ് നമ്മളൊരു ജനപ്രതിനിധിയായാലും ഉത്തരവാദിത്തം കാണിക്കണം. അപ്പോൾ മഞ്ഞപ്പാറ ഓൺലൈൻ്റെ എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതാണ് ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലെ കിഴുതോണി വാർഡിലെ UDF സ്ഥാനാർത്ഥി ഹസീന ബുഹാദിന്റെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. ആരാകും വിജയി എന്നറിയാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. കിഴുതോണി വാർഡിലെ വിജയി ആരാകുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.